നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. തിരുവോണനാളിൽ അയൽവാസിയുടെ ദേഹത്ത് തിളച്ച വെള്ളമൊഴിച്ച് ഗുരുതരമായി പൊള്ളിച്ച പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. തെക്കുംകര സ്വദേശി രാജനാണ് പോലീസിന്റെ ശാസ്ത്രീയമായ നീക്കങ്ങൾക്കൊടുവിൽ പിടിയിലായത്. വഴിയിൽ മദ്യപിച്ച് കിടന്നതിലുള്ള വൈരാഗ്യമാണ് ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് പ്രതി സമ്മതിച്ചു. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ പ്രതിയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികത പിന്തുടർന്ന പോലീസ് സംഘം കുറ്റമറ്റ രീതിയിലാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. വടക്കാഞ്ചേരിയുടെ മുഖച്ഛായ മാറ്റിയ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ അക്കം വിട്ടുനിർത്തി സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ വികസന രേഖ പ്രകാശനം ചെയ്തു. 1279.68 കോടി രൂപയുടെ ബൃഹത് പദ്ധതികൾ നടപ്പിലാക്കിയ മണ്ഡലത്തിൽ മെഡിക്കൽ കോളേജ് വികസനവും കെൽട്രോണിന്റെ പുനരുജ്ജീവനവും നാഴികക്കല്ലുകളായെന്ന് പ്രകാശന ചടങ്ങിൽ MLA അവകാശപ്പെട്ടു. LDF നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ഭാവി പദ്ധതികളുടെ രൂപരേഖയും അദ്ദേഹം അവതരിപ്പിച്ചു. തണലിൽ പുതിയ വീട്. ദേശീയ യോഗാതാരം അർജുനന് കരുതലായി പൊതുവിദ്യാഭ്യാസ വകുപ്പും NSSും ചേർന്ന് നിർമ്മിക്കുന്ന സ്നേഹവീടിന് വടക്കാഞ്ചേരിയിൽ ശിലയിട്ടു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിളങ്ങിയ പ്രതിഭകൾക്ക് വീടൊരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് 9 ലക്ഷം രൂപ ചെലവഴിച്ച് അർജുനന് വീട് നിർമ്മിച്ചു നൽകുന്നത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ശിലാസ്ഥാപനം നിർവഹിച്ച ചടങ്ങിൽ നഗരസഭാ പ്രതിനിധികളും സ്കൂൾ അധികൃതരും പങ്കെടുത്തു. പാചകവാതക വിതരണം നിലച്ചതോടെ ചെറുതുരുത്തി മേഖലയിലെ ഹോട്ടൽ വ്യവസായം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഗ്യാസ് ലഭ്യത കുറഞ്ഞതോടെ പ്രമുഖ ഹോട്ടലുകൾ അടച്ചുപൂട്ടുകയും പലയിടത്തും ഉച്ചഭക്ഷണം മുടങ്ങുകയും ചെയ്തത് യാത്രക്കാരെയും സാധാരണക്കാരെയും ഒരുപോലെ വലയ്ക്കുകയാണ്. പ്രതിസന്ധി നീണ്ടുപോയാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുമെന്നും അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും ഹോട്ടൽ ഉടമകൾ ആവശ്യപ്പെട്ടു.